ശ്രീ രാംദാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമേ ആശംസകൾ അറിയിക്കുന്നു ശ്രീ രാംദാസ്. എങ്ങനെയാണ് അവാർഡ് നേടിയതിന് പ്രത്യേക പരാമർശം ലഭിച്ചതിന് ശേഷമുള്ള താങ്കളുടെ പ്രതികരണം? നമ്മുടെ ഈ വയനാട്ടിൽ പാരമ്പര്യ നെല്ലിൻ വിത്തിനങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കർഷകനുണ്ട്. ചെറുവയൽ രാമേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, രാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പത്മശ്രീ നൽകിയിട്ട് രാജ്യം ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു 5 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അറൌണ്ട് ദി ക്ലോക്ക് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ തീർത്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഫിലിമാണ് നഗൽ, ദി ക്രോണിക്കിൾ ഓഫ് ദി പാഡി മാൻ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ അതൊരു 5 വർഷത്തെ ഒരു എഫേർട്ടായിരുന്നു അതുണ്ടായത്. 2023 ഞാനത് സെൻസർ ചെയ്തത്. ചേട്ടൻ ഇത്തവണ അവാർഡിന് പോയിരുന്നു, നാഷണൽ അവാർഡിന് അയച്ചിരുന്നു. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മൾ ആ 2023 അത് കാണിച്ചെങ്കിലും നമ്മൾ ചെയ്തെങ്കിലും പിന്നീട് അതിന് അവാർഡ് കിട്ടുമോ എന്നുള്ള അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും നമ്മളുണ്ടായിരുന്നു. നമ്മളൊന്നൊരു ഇഷ്യൂവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു സിനിമാ നിർമ്മാണമായിട്ട് അതിന്റെ ഒരു പിന്നിലുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി, നമ്മളുടെ ഈ പറയുന്ന ശൈലികൾ, നമ്മുടെ ഹൃദ്യത, കൾച്ചർ, ഇതിന്റെയൊക്കെ ഒരു അന്വേഷണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറുവയൽ രാമേട്ടൻ എന്ന് പറയുന്ന പക്ഷേ അദ്ദേഹം ഏതാണ്ട് 60ഓളം വിത്തിനങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള വിത്തിനങ്ങൾ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. അതൊരു വലിയ ലബോറട്ടറികളിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ നമുക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ. അദ്ദേഹത്തിന് പത്മശ്രീ ഒന്നും പോരാന്നാണ് ഞാൻ പറയാം. അദ്ദേഹത്തിന് ശരിക്കും അത്രയും വലിയൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അത് ഡോക്യുമെന്റ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ എനിക്ക് ഈ ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് ഈ പുരസ്കാരത്തിന് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 വർഷത്തിനിടയിൽ പല ക്യാമറമാൻമാർ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ പലപ്പോഴും ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ക്യാമറമാൻമാരും എന്നോട് അവരുടെയൊക്കെ ഒരു സഹായം എനിക്ക് ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറയാം, എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള കുന്നംകുളം സ്വദേശിയായിട്ടുള്ള സലീം എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എനിക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചിലപ്പോഴൊക്കെ നൽകിയിട്ടുള്ളത്. അങ്ങനെ പലരുടെയും സഹായം കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വർക്ക് ഞാൻ പൂർത്തിയാക്കിയത്. വലിയ സന്തോഷം തോന്നുന്നു എനിക്കിത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ. താങ്ക് യു ശ്രീ എം കെ രാംദാസ്. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. താങ്ക് യു സംസാരിച്ചതിന്.